നമസ്കാരം. കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും ഇന്ത്യൻ കോഫി ഹൗസിലെ ഭക്ഷണ വിഭവങ്ങൾ വളരെയേറെ ഇഷ്ടപ്പെടുന്നവരാണ്. കേരളത്തിലെ 2 കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കീഴിലാണ് ഇന്ത്യൻ കോഫി ഹൗസുകൾ പ്രവർത്തിക്കുന്നത്. ഒന്ന് തൃശ്ശൂർ ആസ്ഥാനമായിട്ട് 1958 ഫെബ്രുവരി 10 തുടങ്ങിയ ഒരു കോപ്പറേറ്റീവ് സംഘവും, അതുപോലെ തന്നെ 1958 മാർച്ച് 8 കണ്ണൂർ ആസ്ഥാനമാക്കി 2ാമത്തെ കോഫി ഹൗസ് കോപ്പറേറ്റീവ് സംഘവും രൂപം കൊണ്ടു. ആ കാലങ്ങളിൽ കേരള ജനതയുടെ ഇഷ്ട വിഭവങ്ങളായിട്ടുള്ള മസാല ദോശയും അതുപോലെ തന്നെ അവിടുത്തെ കാപ്പി, ഇതൊക്കെ ജനങ്ങളെ ഹരം പിടിപ്പിക്കുന്ന ഒന്നായിരുന്നു. അതുകൊണ്ട് ധാരാളം ആൾക്കാരാണ് കേരളത്തിലുള്ള ഇന്ത്യൻ കോഫി ഹൗസുകളെ ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്തും കാപ്പി എന്നത് ഇഷ്ടമുള്ള ഒരു പാനീയമായിരുന്നു ഇന്ത്യക്കാർക്ക്. അങ്ങനെ 1890 ചെറിയ ചെറിയ കോഫി ഹൗസുകൾ പോലുള്ള കടകളൊക്കെ ഉണ്ടാകുകയും അന്ന് കോഫി സെസ് കമ്മിറ്റിയാണ് ഇതൊക്കെ നിയന്ത്രിച്ചിരുന്നത്. 1936 ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസ് എന്ന ശൃംഖല ഉടലെടുത്തത്. അത് ബോംബെ ചർച്ച് ഗേറ്റ് എന്ന സ്ഥലത്താണ് തുടങ്ങിയത്. അതിനുശേഷം ധാരാളം ഇന്ത്യൻ കോഫി ഹൗസുകൾ ഇന്ത്യയിലുണ്ടായി. എന്നാൽ ഇന്ത്യ വിഭജനത്തോടുകൂടി ഇതൊക്കെ നിലച്ചു പോവുകയും ചെയ്തിരുന്നു. 1936 ആദ്യത്തെ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഔട്ട്ലെറ്റ് ബോംബെ ചർച്ച് ഗേറ്റിൽ ആരംഭിച്ചത്. എന്നാൽ ഇന്ത്യ വിഭജനത്തെ തുടർന്ന് അന്ന് തുടങ്ങിയ പല കോഫി ഹൗസുകളും നിർത്തലാക്കുകയും തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തു. 1950 നമ്മുടെ AK ഗോപാലൻ, അതായത് നമ്മുടെ AKG, ഈ കോഫി ബോർഡിലെ ഈ തൊഴിലാളികളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ച് തുടങ്ങിയതാണ് ഇന്ന് കാണുന്ന ഇന്ത്യൻ കോഫി ഹൗസ്. കേരളത്തിൽ 1958 ഫെബ്രുവരി 10 ആദ്യത്തെ സൊസൈറ്റി രൂപീകരിക്കുന്നത്. ഇത് തൃശ്ശൂർ ആസ്ഥാനമാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. രണ്ടാമത്തത് 1958 മാർച്ച് 8 കണ്ണൂർ ആസ്ഥാനമാക്കി 2ാമത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങി. ഈ 2 കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ നിയന്ത്രണത്തിലാണ് ഇന്ന് കേരളത്തിലെ ഇന്ത്യൻ കോഫി ഹൗസുകൾ. 80 കാലഘട്ടങ്ങളിലൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രിയങ്കരമായിരുന്ന മസാല ദോശ, അതും ബീറ്റ്റൂട്ട് കൊണ്ടുണ്ടാക്കിയ മസാല ദോശയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അതുപോലെ രുചികരമായിട്ടുള്ള കട്ട്ലറ്റുകൾ, കാപ്പി, ബോംബെ ടോസ്റ്റ്, ബ്രെഡ് ഓംലെറ്റ്, റോസ് മിൽക്ക്, ലൈം ജ്യൂസ്, ഇതൊക്കെ ഈ ഔട്ട്ലെറ്റുകൾ ലഭ്യമാണ്. ധാരാളം ആൾക്കാരാണ് സുഹൃത്തുക്കളുമൊത്ത് ഇത്തരം ഇന്ത്യൻ കോഫി ഹൗസുകളിൽ വന്ന് കാപ്പിയും മറ്റു ഭക്ഷണങ്ങളും ഒക്കെ കഴിച്ചിട്ട് പോകുന്നത്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തുള്ള പല പ്രമുഖരും ഇത്തരം ഇന്ത്യൻ കോഫി ഹൗസുകളിൽ എത്തിയാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. ശുചിത്വത്തിൻ്റെ കാര്യത്തിലും ഇവർ ഏറ്റവും മുന്നിൽ തന്നെയാണ് എന്ന് പറയാം. പ്രത്യേക രീതിയിലുള്ള യൂണിഫോം ധരിച്ച് വളരെ ഭവ്യതയോടുകൂടി കസ്റ്റമേഴ്സിനെ സ്വീകരിക്കുന്ന, അതുപോലെ സ്നേഹത്തോടുകൂടി ആഹാരം വിളമ്പുന്ന ഒരു തൊഴിലാളി സംരംഭമാണ് ഇന്ത്യൻ കോഫി ഹൗസുകൾ. എന്നാൽ ഇപ്പം പല ഇന്ത്യൻ കോഫി ഹൗസുകളും ചില ബുദ്ധിമുട്ടുകൾ മൂലം നിർത്തിപ്പോകുന്നുണ്ട്.
കേരളത്തിലെ ജനങ്ങൾക്ക് എന്നും പ്രിയങ്കരമായിട്ടുള്ള ഇന്ത്യൻ കോഫി ഹൗസ് ഔട്ട്ലെറ്റുകളെ നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. തൃശ്ശൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഏകദേശം 60ഓളം ഔട്ട്ലെറ്റുകൾ നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പം ചിലത് പൂട്ടിപ്പോയിരിക്കുകയാണ്. കോഫി ഹൗസുകളിൽ തിരക്കിയപ്പോൾ അറിയാൻ സാധിച്ചത് വർദ്ധിപ്പിച്ച വാടകയാണ് പല ഔട്ട്ലെറ്റുകളും പൂട്ടാൻ കാരണം എന്ന് പറയുന്നു. എന്നും കേരള ജനതയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ വിഭവങ്ങളും ലഭിക്കുന്ന ഇത്തരം ഔട്ട്ലെറ്റുകളെ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഫാമിലിയോടുകൂടി വന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്ന ഇത്തരം ഔട്ട്ലെറ്റുകളിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് മുന്നോട്ട് പ്രവർത്തിക്കാനുള്ള അവസരം സർക്കാർ തലത്തിലാണെങ്കിലും ഇടപെട്ട് ഉണ്ടാക്കണം. രുചികരമായിട്ടുള്ള ഭക്ഷണം എന്നും കേരള ജനതയ്ക്ക് നൽകുന്ന ഇന്ത്യൻ കോഫി ഹൗസ് ഇനിയും നിലനിർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമ കൂടിയാണ്.